ഓൾറെഡി അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ നമ്മൾ മുന്നേ കണ്ടു. സോളിഡ് ഇൻ ലിക്വിഡ് എന്നുള്ള കേസിൽ നമ്മൾ നോർമലി ഒരു പ്യുവർ സോൾവെന്റിന് എടുത്താലുള്ള വേപ്പർ പ്രഷർ അല്ല അതിലേക്ക് ഒരു സോളിഡ് ആഡ് ചെയ്തതാണ് ഉണ്ടാവുന്നത്. അതായത് സർഫസിന്റെ ഒരു കാര്യം വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? സർഫസിൽ നോർമലി ഒരു പ്യുവർ സോൾവെന്റിന്റെ കേസിൽ എന്താ ഉണ്ടാവുക? എല്ലാ മോളിക്യൂൾസും ആര് തന്നെ ഉണ്ടാവുക? സർഫസിൽ ഉണ്ടാവുക ലിക്വിഡ് മോളിക്യൂൾസ് അല്ലേ? അത് വോൾട്ടൈൽ ആയതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? വാപ്പറൈസ് ചെയ്ത് വേപ്പർ ഫേസിലോട്ടേക്ക് പോകും. അതിനനുസരിച്ചിട്ടുള്ള ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും. അതേ സ്ഥാനത്ത് നമ്മൾ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സോളിഡ് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സർഫസിൽ ആര് കൂടെ വരും? സോൾവെന്റ് മോളിക്യൂൾസിന്റെ തന്നെ സൊല്യൂട്ട് ആയിട്ടുള്ള ആൾക്കാരും കൂടി വന്ന് അവിടെ ബ്ലോക്ക് ആയിട്ട് നിൽക്കും. അപ്പൊ കുറച്ച് എമൗണ്ട് സോൾവെന്റ് അവിടെ റീപ്ലേസ് ആയില്ലേ? അപ്പൊ അവിടെ കുറച്ച് മാത്രമേ സോൾവെന്റ് പാർട്ടിക്കിൾ ഉണ്ടാവൂ. അതിനനുസരിച്ച് അത് വേപ്പറൈസ് ചെയ്ത് നേരത്തെ ഉള്ളതിനേക്കാളും കുറവ് വേപ്പർ പ്രഷർ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, അപ്പൊ അതന്നെയാണ് ഇവിടെ ഫസ്റ്റ് ഒരു പാരഗ്രാഫിൽ നിങ്ങൾ മുന്നേ സെക്ഷൻ 1.4.3 പഠിച്ചു എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ നമ്മൾ പഠിച്ചു റൗൾസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വോൾട്ടൈൽ കോമ്പണന്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു ഓർക്കുന്നുണ്ടോ? P1 ഈക്വൽ ടു x1 P10. ഇവിടെ x2 P20 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? അവിടെ സോളിഡിന്റെ കേസിൽ പ്രഷർ ഒന്നും വരൂല, കാരണം അത് വോൾട്ടൈലൈസ് ചെയ്യുന്നില്ലല്ലോ. മനസ്സിലായോ? അതുകൊണ്ട് P2 എന്നുള്ള ടേം ഇവിടെ കാണൂല. അപ്പൊ നമുക്ക് റൗൾസ് ലോ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻ എന്താ? P1 ഈക്വൽ ടു സ്ക്രീനിൽ കാണുന്നില്ലേ? P1 ഈക്വൽ ടു x1 P10. ഇതില് ഡെൽറ്റ P1 നമുക്ക് കണ്ടുപിടിച്ചൂടെ? നമ്മൾ പറഞ്ഞു നോർമലി ഉണ്ടായ പ്യുവർ സോൾവെന്റിലേക്ക് സോളിഡ് സൊല്യൂട്ട് ആഡ് ചെയ്ത് അത് സൊല്യൂഷൻ ആയിട്ട് മാറി. ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്താണ്? പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവാണെന്ന് കണ്ടു. അതാണ് ഇവിടെ പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. ആ കുറയുന്ന റിഡക്ഷൻ ഇൻ ദ വേപ്പർ പ്രഷറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡെൽറ്റ P1 എന്ന് പറഞ്ഞൂടെ? ചേഞ്ച് തന്നെയല്ലേ റിഡക്ഷൻ ആയിട്ട് മാറുന്നത് ഇവിടെ, അല്ലേ? റിഡക്ഷൻ എങ്ങനെ കിട്ടും? ഓൾറെഡി ഉണ്ടായ പ്രഷർ എന്തായിരുന്നു? P10 ആയിരുന്നു. അതിലേക്ക് പിന്നെ എന്തായിട്ടാ മാറുന്നത്? P10 എന്നുള്ളത് P1 ആയിട്ട് മാറും. അപ്പൊ അവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? റിഡക്ഷൻ ഇൻ വേപ്പർ പ്രഷർ. അത് എഴുതിയതിൽ ഡൗട്ട് ഉണ്ടോ? ഇനി ഈ P1 പകരം എന്ത് കൊടുക്കണം? P10 x1 എന്ന് കൊടുക്കണം. അങ്ങനെയാണ് ഇവിടെ P10 മൈനസ് P10 x1 എന്ന് വന്നത്. അത് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പില് P10 കോമൺ ആയിട്ട് എടുക്കും. അങ്ങനെ ബ്രാക്കറ്റിൽ ആര് മാത്രമാവും? 1 മൈനസ് x1 വരും. ഇനി നമ്മൾ മോൾ ഫ്രാക്ഷന്റെ ഒരു റൂള് പഠിച്ചത് ഓർക്കുന്നുണ്ടാ? x1 പ്ലസ് x2 ഈക്വൽ ടു 1. x2 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1 മൈനസ് x1 എഴുതി കൂടെ? അപ്പൊ ഈ ഇക്വേഷനിൽ 1 മൈനസ് x1 പകരം ആര് വരും? x2 P10 ആവും. അങ്ങനെ ഡെൽറ്റ P1 ഈക്വൽ ടു x2 P10. ഇനി P1 ടേംസ്, പ്രഷറിന്റെ ടേംസ് മാത്രം ഒരു സൈഡിലേക്കായിട്ട് റീഅറേഞ്ച് ചെയ്ത ഇക്വേഷൻ ആണ് ഇത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കിയേ? ഡെൽറ്റ P1 ബൈ P10. ഡെൽറ്റ P1 പിന്നെയും നമ്മൾ ഒന്നുകൂടെ എന്താണ് നേരത്തെ എഴുതിയത് പോലെ P10 മൈനസ് P1 ആയിട്ട് ഇവിടെ എഴുതി. ഈക്വൽ ടു ഈ സൈഡിലുള്ള P10 ഇപ്പുറത്ത് പോയത് കൊണ്ട് ബാക്കി ആര് മാത്രമേ ഇവിടെ ഉള്ളൂ? x2 മാത്രമേ ഉണ്ടാവൂ. അപ്പൊ ഈ എക്സ്പ്രഷൻ വരെ ക്ലിയർ അല്ലേ? ഈ ഇക്വേഷൻ വന്നത് വരെ ക്ലിയർ. ഓക്കെ, ഇതുവരെ ഉള്ളത് ക്ലിയർ അല്ലേ? ഇനി ഈ P10 പ്രഷറിന്റെ ടേമിനെ ഇപ്പുറത്തോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ P1 ബൈ P10 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഈക്വൽ ടു x2 ആണ്. ഈ ഡെൽറ്റ P1 ബൈ P10 ഒന്നുകൂടെ മാറ്റി ചെയ്ത ഇക്വേഷൻ ആണ് ഇത്. ഡെൽറ്റ P1 പകരം എന്ത് കൊടുത്തു? P10 മൈനസ് P1 എന്ന് കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇപ്പൊ ക്ലിയർ ആണോ? ഇനി ഒന്നുകൂടെ നമ്മൾ മാറ്റണം. x2 എന്ന് പറയുന്നത് എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ്. x1 എന്നുള്ളത് ആരുതാ? സോൾവെന്റിൻ്റെതാണ്. സൊല്യൂട്ടിൻ്റെത് നമ്മൾ x2 അടുത്തത്. ഓക്കെ, സോളിഡ് സൊല്യൂട്ടിൻ്റെത് x2 അടുത്തത്. അങ്ങനെയാണ് x2 നമുക്ക് ഒന്നുകൂടെ മാറ്റി എങ്ങനെ എഴുതാം? അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്. x2 ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇങ്ങനെ എഴുതിയതിൽ തെറ്റുണ്ടാ? ഇല്ല. ഇനി നമ്മളൊരു ഡൈല്യൂട്ട് സൊല്യൂഷൻസിന്റെ കേസിൽ സൊല്യൂട്ടിന്റെ അളവ് കുറവാണോ കൂടുതലാണോ?
കൂടുതലായിരിക്കോ കുറവായിരിക്കോ? വളരെ കുറവായിരിക്കും. ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ടിന്റെ അളവ് തീരെ കുറവായിരിക്കും. അപ്പൊ അതിനർത്ഥം അതിന്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും തീരെ കുറവായിരിക്കൂലേ? അപ്പൊ നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു എക്സെപ്ഷണൽ കേസ് എടുക്കാൻ പോവുകയാണ്. ഡൈല്യൂട്ട് സൊല്യൂഷൻസിന്റെ കേസിൽ N2 എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. അപ്പൊ ഈ ഡിനോമിനേറ്ററിൽ വരുന്ന N1ഉം N2 നോക്കുകയാണെങ്കിൽ N1നെ കമ്പയർ ചെയ്യുമ്പോൾ N2 എത്രത്തോളം ചെറുതല്ലേ? ഇപ്പൊ N1 2 ആണ്, സോറി 2 ആവൂല, N1 0.9 ആണെന്ന് വിചാരിക്കാം. N2 0.0001 ആണെങ്കിൽ ഇത് രണ്ട് ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിന് വലിയ വ്യത്യാസം ഉണ്ടോ? 0.90001 അല്ലേ വരൂ. അപ്പൊ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ ആഡ് ചെയ്തതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? N2നെ ഡിനോമിനേറ്ററിന്ന് നെഗ്ലക്ട് ചെയ്യും. ക്ലിയർ ആയോ? അങ്ങനെ ഇക്വേഷൻ എന്തായി മാറി? N2/N1 ആയിട്ട് മാറി. ഇനി N2നെ നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇങ്ങനെ എഴുതിക്കൂടെ? അതേപോലെ തന്നെ നമുക്ക് N1 എങ്ങനെ എഴുതാം? W1/M1 എഴുതാം. അങ്ങനെ ഫൈനലി ഇക്വേഷൻ ഇതാ മാറി മാറി ഇങ്ങനെ കിട്ടും. ഇതാണ് നിങ്ങൾ ബോക്സ് ചെയ്ത് വെച്ച് പഠിക്കേണ്ടത്. ഡെൽറ്റ P1 അല്ലെങ്കിൽ P10 മൈനസ് P1 ഡിവൈഡഡ് ബൈ P10 ഈക്വൽ ടു W2/M2 ഇൻറ്റു W1 എവിടെയുള്ള ഡിനോമിനേറ്ററിലല്ലേ ഉള്ളേ? N2/N1 ഞാൻ ഒന്നുകൂടെ മാറ്റി എങ്ങനെ എഴുതാം? W2/M2 ഡിവൈഡഡ് ബൈ N1ന്റെ W1ഉം ഡിവൈഡഡ് ബൈ M1. ഈ M1 ഡിനോമിനേറ്ററിന്റെയും ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ടാണ് ഇവിടെ ന്യൂമറേറ്ററിൽ വന്നത്. അത് ക്ലിയർ അല്ലേ? ഇനി W2 ന്യൂമറേറ്ററിലാണുള്ളത്, ഇവിടെയും ന്യൂമറേറ്ററിലല്ലേ ഉള്ളേ? ഇനി M2 ഡിനോമിനേറ്ററിലാണുള്ളത്, ഇതാ ഇവിടെ ഡിനോമിനേറ്ററിൽ. W1 ഡിനോമിനേറ്ററിലാണുള്ളത്, ഇവിടെയും ഡിനോമിനേറ്ററിൽ. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതേ ഉള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. സ്കൂളിൽ ഇത് പഠിച്ചാ എത്തിയില്ല. ഓക്കെ, ഇതെന്തായാലും പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം താഴെ ഉണ്ട്. എക്സാമ്പിൾ 1.6. അതിൽ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ, ഇവിടെ സോൾവെന്റ് ആയിട്ട് എടുക്കുന്നത് ബെൻസീൻ ആണ്, പ്യുവർ ബെൻസീൻ അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ ഈസ് 0.850 ബാർ. അതിന്റെ P10 തന്നിട്ടുണ്ട് അല്ലെ? പ്യുവർ സോൾവെന്റിന്റെ P10 എത്രയാണ്? 0.850 ബാർ. എ നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് സോളിഡ് വെയിങ് 0.5 gram when added to 39 gram of benzene, the vapor pressure of the solution then is 0.845 bar. What is the molar mass of the solid substance? ഇതിൽ എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് P10 തന്നിട്ടുണ്ട്, P1 തന്നിട്ടുണ്ട്, പിന്നെന്ത് തന്നിട്ടുണ്ട്? ഗിവൺ മാസ് തന്നിട്ടുണ്ട്, രണ്ടിന്റെ ഗിവൺ മാസ് തന്നിട്ടുണ്ട്, രണ്ടിന്റെ മോളിക്കുലർ ഫോമിൽ നമുക്ക് കണ്ടെത്താനേ ഉള്ളൂ. ഈസി അല്ലേ? അതിൽ അൺനോൺ ആയിട്ടുള്ള സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, ബെൻസീൻ്റെ ഓൾറെഡി തന്നിട്ടുണ്ട്, ബ്രാക്കറ്റിൽ മോളാർ മാസ് 78 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരുടെ മോളാർ മാസാ? നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മോളാർ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ ബോക്സ് ചെയ്ത ഇക്വേഷൻ നോക്കിയേ. P10 അറിയാം, P1 അറിയാം, W2 അറിയാം, W1 അറിയാം, അതേപോലെ സോൾവെന്റിന്റെ മോളിക്കുലർ മാസ് ആയിട്ടുള്ള M1 അറിയാം. ആരെ മാത്രമേ കണ്ടുപിടിക്കണ്ടു? M2നെ മാത്രമേ കണ്ടുപിടിക്കണ്ടു. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതിക്കൂടെ? M2 ഈക്വൽ ടു എങ്ങനെ ഇക്വേഷൻ എഴുതാം? M2 ഈക്വൽ ടു എന്ന് പറഞ്ഞേ. M2 ഈക്വൽ ടു M2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് കിട്ടും? M2നെ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള കാര്യമെല്ലാം അറേഞ്ച് ചെയ്ത ഇക്വേഷൻ എന്താ കിട്ടുമെന്ന് അറിയോ? W2 ഇൻറ്റു M1, അത് അതേപോലെ ഉണ്ട്. ഡിവൈഡഡ് ബൈ ആരുണ്ട്? W1 ഉണ്ട്. അതേപോലെ ഡിവൈഡഡ് ബൈ ആരുണ്ടാവും? P10 മൈനസ് P1. അപ്പുറത്ത് ഇവിടെ ന്യൂമറേറ്ററിലാണ് ഉള്ളെങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിലാവും. P10 എവിടെ വരും? ന്യൂമറേറ്ററിൽ വരും. ഇത്ര വരെ ക്ലിയർ അല്ലേ? ഒന്ന് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്താൽ നമുക്ക് തന്ന സംഭവം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അതാണ് നിങ്ങളെ സൊല്യൂഷൻ ടെക്സ്റ്റ് ബുക്കിലെ സൊല്യൂഷനിൽ കൊടുത്തിട്ടാ അതേപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ഇതിൽ ആ M2 എന്നുള്ള ഇക്വേഷൻ ഒന്ന് എങ്ങനെ വന്ന് അതൊന്നും ഇത് കാണിക്കില്ല. നമ്മൾ എഴുതിയാൽ മതി. നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് M2 ഈക്വൽ ടു എഴുതാം. നമുക്ക് ചെയ്ത് നോക്കാലോ. M2 ഈക്വൽ ടു W2 എത്രയാ? W2 എത്രയാ? W2 ആരുടെ വെയിറ്റാ? സൊല്യൂട്ടിന്റെ വെയിറ്റ് 0.5 ഇൻറ്റു M1 എത്ര തന്നിട്ടുള്ളത്? ബ്രാക്കറ്റിൽ 78 തന്നിട്ടുണ്ട്. ആരുടെ? സോൾവെന്റിന്റെ, ബെൻസീൻ എന്നുള്ള സോൾവെന്റിന്റെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇൻറ്റു ന്യൂമറേറ്ററിൽ P10 ഉണ്ട്. അപ്പൊ നമ്മൾ എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 0.850 ഡിവൈഡഡ് ബൈ ആരുണ്ട്? M1 സോറി M1 അല്ല W1 അല്ലേ? W1 ഉണ്ട്. W1 എത്രയുള്ളത്? കിട്ടിയിട്ട് തന്നിട്ടുള്ളത് എത്രയാ? ഗിവൺ മാസ് ഓഫ് ബെൻസീൻ എത്രയാ? 39. ക്ലിയർ അല്ലേ? ഇൻറ്റു ബ്രാക്കറ്റ് ഇടാ. P10 എത്രയാ? 0.85 മൈനസ് 0.845. ഇത് കാൽക്കുലേറ്ററിലൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയട്ടെ. എന്നിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ കിട്ടുന്ന 170 കിട്ടുന്നുണ്ടോ നോക്കിയേ. ആദ്യം ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് 0.5 ഇൻറ്റു 78 ഇൻറ്റു 0.85 മൾട്ടിപ്ലൈ ചെയ്യുക. അതിനൊരു വാല്യൂ കിട്ടും. കിട്ടിയോ? അതിനെ 39 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തോ? അതിനുശേഷം ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യണം. എന്തിനെ കൊണ്ട് അന്നേരം നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഡിവൈഡഡ് ബൈ കൊടുക്കുക സയന്റിഫിക് കാൽക്കുലേറ്ററിൽ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 0.85 മൈനസ് 0.845 എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈക്വൽ ടു കൊടുക്കുക. കിട്ടിയാ? കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അറിയില്ലേ? ഞാന് എന്റെ ക്ലാസ്സിൽ പോയപ്പോ കുറെ ആൾക്ക് ഉപയോഗിക്കാൻ അറിയില്ല. അതാ ചോദിച്ചേ. കിട്ടിയില്ലേ? ഗ്രാം പെർ യൂണിറ്റ് ചെയ്താൽ മറന്നോരുത്. ഗ്രാം എഴുതിയാൽ മാത്രം പോരാ, ഗ്രാം പെർ മോൾ. ഒരു മോളിന്റെ മാസാണ് അല്ലെ? ഒരു മോൾ സബ്സ്റ്റൻസിന്റെ മാസാണ് എന്ത്? മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലോട്ടേക്ക് പോയിക്കൂടെ? ഓക്കെ. ഇനി അടുത്ത് വരുന്നത് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഇവിടെ ഒന്നും ഈ പാരഗ്രാഫിൽ കഥയൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. നോർമലി നമ്മളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തൊരു സോൾവെന്റ് എടുത്തോട്ടെ, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് അതിന്റെ വേപ്പർ പ്രഷർ കൂടും. ആ ഒരു റൂള് മനസ്സിലാക്കുക. അത് എവിടെയാ മാർക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇവിടെ ഫസ്റ്റ് ലൈനിലുള്ള ഈ ഒരു രണ്ട് സെന്റൻസ് ഉണ്ടാവും. സോറി, ഒരു സെന്റൻസ് ഉണ്ടാവും. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ഇനി എങ്ങനെ ഇൻക്രീസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. നമ്മൾ നോർമലി ഞാൻ പറഞ്ഞു, ഒരു സോൾവെന്റ് നമ്മൾ ഒരു ബീക്കറിൽ എടുത്തു കഴിഞ്ഞാൽ ആ സോൾവെന്റ് വെറുതെ കിടക്കൂല അല്ലെ? വെള്ളത്തിലാണെങ്കിൽ അതെന്തെയും മുകളിലോട്ടേക്ക് വേപ്പർ ഫേസിലോട്ടേക്ക് പോവുമല്ലോ. ആ സമയത്ത് അതെന്ത് ചെയ്യും? വേപ്പർ ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് സൊല്യൂഷൻ ഫേസിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡ് ഫേസിലേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. അതിനെ നമ്മൾ എന്ത് പറഞ്ഞത്? വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞ് പഠിച്ചത്. ഇനി ഈ വെറുതെ കിടക്കുന്ന ഈ സോൾവെന്റിന് നമ്മൾ നല്ലോണം ഒന്ന് ചൂടാക്കി ഒന്ന് സംഭവിക്കുക. അതിന്റെ എനർജി കൂടൂലേ അല്ലേ? ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വെള്ളം ചൂടാക്കുന്ന സമയത്ത് ബോയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം തുള്ളുന്നതാണെന്നില്ലേ? ബോയിൽ ചെയ്യാന്ന് നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ? അപ്പൊ അതിന്റെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് കൂടിയില്ലേ? എനർജി കൂടിയില്ലേ? എനർജി കൂടിയ ആള് വെറുതെ അവിടെ നിൽക്കോ? ഇല്ല. അതെന്ത് ചെയ്യും? കൂടുതൽ എമൗണ്ട് ഓഫ് മോളിക്യൂൾസ് കൂടുതൽ വേപ്പർ ഫേസിലോട്ടേക്ക് പോവും. അതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ആൾക്കാർ മുകളിലേക്ക് പോകൂലേ? അങ്ങനെയാണ് വേപ്പർ പ്രഷർ കൂടുന്നത്. ക്ലിയർ അല്ലേ? നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഇതല്ല, നമ്മളൊരു റിലേഷൻ ഇവിടെ മനസ്സിലാക്കി വെക്കാന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. പഠിക്കേണ്ട എന്താ? ഹെഡിങ് എന്നാ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. നോർമലി ഒരു പ്യുവർ സോൾവെന്റിൽ ഉണ്ടാവുന്ന ബോയിലിംഗ് പോയിന്റ് അല്ല സൊല്യൂഷൻ ഉണ്ടാവാം. അല്ലാലോ, നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും. പക്ഷെ നമ്മള് വെള്ളത്തിലേക്ക് എന്തെങ്കിലും പഞ്ചസാരയോ വേറെ എന്തെങ്കിലും, നമ്മൾ ചായ വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടൈം എടുക്കുന്നില്ലേ? പാലൊക്കെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, പാൽ ആഡ് ചെയ്ത് ചായപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാല് കുറച്ചും കൂടി സമയം എടുക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാ?
ശ്രീ അടുക്കള പോകാൻ പോക്കില്ലേ? ആ അപ്പോൾ പൊതുവേ നമ്മൾ വെറും വെള്ളം വെക്കുന്നത് അതിന് എന്തെങ്കിലും ആഡ് ചെയ്ത് വെക്കുന്നത് തമ്മിൽ ടൈം ഡിഫറൻസ് ഉണ്ടാവും. കുറച്ച് സമയം ചൂടാക്കേണ്ടി വരും. അതായത് സൊല്യൂഷനായി മാറുന്ന സമയത്ത് നോർമലി ഉണ്ടായ ബോയിലിംഗ് പോയിന്റ് എല്ലാം ബോയിലിംഗ് പോയിന്റ് എലവേറ്റ് ചെയ്യും, കൂടും. ഓക്കെ, നമ്മൾ കൂടുതൽ ടൈം അതിനെ ചൂടാക്കണം എന്നർത്ഥം. ആദ്യം ഉണ്ടായത് 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പിന്നീട് നമ്മൾ ഒരു സൊല്യൂട്ട് ആഡ് ചെയ്താൽ അത് എന്തായിട്ട് മാറും? 110 ഡിഗ്രിയോ 120 ഡിഗ്രിയോ ആയിട്ട് മാറും. അതാണ് നമ്മൾ പഠിക്കാൻ വന്നത്. ഒരു നോർമൽ പ്യുവർ സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ എന്ത് കുറയുമെന്ന് പഠിച്ചു? വാപ്പർ പ്രഷർ കുറയുമെന്ന് പഠിച്ചു. ഇവിടെ എന്താ പഠിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് കൂടുകയും ചെയ്യുന്നത്, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പൊ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അത്രയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും എക്സാമ്പിളൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ വെറുതെ കഥ പോലെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമുക്ക് പഠിക്കേണ്ടത് ഏതാ? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന്റെ ഒരു എക്സ്പ്രഷൻ പഠിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം പഠിക്കണം. അതാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവിടെ ഒരു ഗ്രാഫിക്കലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേപ്പർ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടുന്നതിന് സോൾവെന്റിന്റെ ഗ്രാഫ് എവിടെയുള്ള? ലോവർ പ്രഷർ ടെമ്പറേച്ചർ റീജിയനിലുള്ള അല്ലേ? ലോവർ ടെമ്പറേച്ചർ റീജിയനിലുള്ള. സൊല്യൂഷന്റെ ഗ്രാഫ് എവിടെയുള്ള? ഹയർ ടെമ്പറേച്ചർ റീജിയനിലുള്ള. കാര്യം പിടിയിട്ടാണ്. ഹലോ, ഇത് 10 ഡിഗ്രി ആണെങ്കിൽ 20, 30 ഇങ്ങനെ കൂടി പോയല്ലേ ചെയ്യുന്നത്. ഇതിൽ കുറഞ്ഞ റീജിയനിലല്ലേ ഈ ഗ്രാഫ് വരുന്നത്? നോക്കിയേ, ഈ ഗ്രാഫ് ഇവിടുന്ന സ്റ്റാർട്ട് ചെയ്തേ. ഈ ഗ്രാഫ് കുറച്ചും കൂടി ഹയർ ടെമ്പറേച്ചറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ രീതിയിലാണ് ഗ്രാഫ് വരാം. ടെമ്പറേച്ചർ കൂടുന്നതിന് ഇതാ കൂടി പോകുന്നുണ്ട്. രണ്ട് ഗ്രാഫിലും വേപ്പർ പ്രഷർ കൂടുന്നുണ്ട് ടെമ്പറേച്ചറിനനുസരിച്ച്. ഓക്കെ, ഇനി ഈ ഗ്രാഫിൽ തന്നെ നമുക്ക് ടി ബി എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഇല്ലേ? ബോയിലിംഗ് പോയിന്റിന് നമ്മൾ ടി ബി എന്നാ പറയാം. ടി സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ബി കൊടുക്കും. ബി എപ്പോ നമ്മൾ എങ്ങനെ ടി ബി മനസ്സിലാക്കുക? എപ്പോഴാണ് ഒരു കോൺസ്റ്റന്റ് ഗ്രാഫ് ഇവിടെയാണ് കോൺസ്റ്റന്റ് ആവുന്നത്, പിന്നെ ഗ്രാഫ് കാണുന്നില്ലല്ലോ. ഒരു കോൺസ്റ്റന്റ് ചേഞ്ച് കാണുന്ന കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് അതാണ് ബോയിലിംഗ് പോയിന്റ്. അതാണ് ഇവിടെ ഇതിന്റെ കേസിൽ അത് ടി ബി 0. നമ്മൾ നേരത്തെ എടുത്തതുപോലെ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ P10 എടുത്തതുപോലെ പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിന് നമ്മൾ ടി ബി 0 എന്ന് പറയും. സൊല്യൂഷൻ ഫേസിൽ വരുന്ന ബോയിലിംഗ് പോയിന്റിന് ടി ബി എന്ന് പറയും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ ടി ബി. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് കാര്യത്തിലോട്ടേക്ക് കടക്കാം. എക്സ്പെരിമെന്റലി കണ്ടു ഈ പറഞ്ഞ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എങ്ങനെ കിട്ടാം? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ബോയിലിംഗ് പോയിന്റ്. സൊല്യൂഷന്റെയും പ്യുവർ സോൾവെന്റിന്റെയും ബോയിലിംഗ് പോയിന്റ് തമ്മിൽ ഡിഫറൻസ് എടുത്താൽ എന്ത് കിട്ടും? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. നമ്മൾ നേരത്തെ റിഡക്ഷൻ ഇൻ വേപ്പർ പ്രഷർ ഡെൽറ്റ P1 എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഡെൽറ്റ ടി ബി എന്നുള്ളത് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് കണ്ടു എക്സ്പെരിമെന്റലി? മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് കണ്ടു. മൊളാലിറ്റി എന്താ? നമ്മൾ പഠിച്ചതല്ലേ സ്റ്റാർട്ടിങ്ങിൽ? മൊളാലിറ്റി അല്ല, മൊളാലിറ്റി. അതെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ യെസ് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അതാണ് മൊളാലിറ്റി. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ എം കൊണ്ട് ഡിനോട്ട് ചെയ്യും. മൊളാലിറ്റി ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എം ആന്ന് കാണിക്കാം. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം പിടികിട്ടി. ഡെൽറ്റ ടി ബി. ഡെൽറ്റ ടി ബിനെ നമ്മൾ എങ്ങനെ എഴുതും? നേരത്തെ നമ്മൾ എഴുതിയത് P10 മൈനസ് P1 ആണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാ. നേരത്തെ P10 വലുത്, P1 ചെറുത്. ഇവിടെ ആരാ വലുത്? ടി ബി. സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ആയതുകൊണ്ട് ഡെൽറ്റ ടി ബി എഴുതിയത് നോക്കിയേ, ടി ബി മൈനസ് ടി ബി 0. മാറിപ്പോയതേ. ഓക്കെ, ഇനി ഡെൽറ്റ ടി ബി എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് കണ്ടേ എക്സ്പെരിമെന്റലി? എക്സ്പെരിമെന്റലി ഇറ്റ് ഈസ് proportional to molality. Delta TB directly proportional to molality. ഇനി നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി പോയിപ്പിച്ച് ഈ ഒരു ഇക്വേഷൻ ആക്കുന്ന സമയത്ത് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ് എന്ത്? കെ ബി എന്ന് പറയുന്നത്. അതിന് പേരുണ്ട്. രണ്ട് പേരിൽ അറിയപ്പെടുന്നത്, രണ്ടല്ല 3 പേരിൽ അറിയപ്പെടുന്നുണ്ട്. ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ്, മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് ഓർ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഇങ്ങനെ 3 പേരിൽ അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? കെ ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അതിന്റെ യൂണിറ്റ് വരുന്നത് ഓരോ സൊല്യൂഷനും മാറ്റായിരിക്കും. ഈ കെ ബി ഓരോ സോൾവെന്റ് എടുക്കുന്നതിനനുസരിച്ചിട്ട് കെ ബി മാറ്റായിരിക്കും. അപ്പൊ നമുക്കൊരു പെർട്ടിക്കുലർ കെ ബി ആയിട്ട് പഠിക്കാനില്ല.
മനസ്സിലായ? KB നമുക്ക് പ്രോബ്ലത്തിൽ തരും. അതിന്റെ യൂണിറ്റ് വരുന്നത് കെൽവിൻ കിലോഗ്രാം പെർ മോൾ. അതൊന്ന് മാർക്ക് ചെയ്യണേ. കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നേരത്തെ N2/N1 മാറ്റി കൊടുത്തു. N2/N1 മാറ്റിയതുപോലെ നമ്മൾ എമ്മിനെ മാറ്റും. എങ്ങനെയാ? മൊളാലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് സൊല്യൂട്ട് അല്ലെ? N2 by മാസ് ഓഫ് സോൾവെന്റ്. W1 അല്ലേ എടുത്തത്? ഇൻ കിലോഗ്രാം. നമ്മൾ നോർമലി ഗ്രാമിൽ എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുന്നത്. ഗ്രാമിലല്ലേ പ്രോബ്ലത്തിൽ തരുന്നത്. അതുകൊണ്ട് അതിനെന്ത് ചെയ്യേണ്ടി വരും? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിലോഗ്രാമിലാക്കണം. ഇനി ഒന്നുകൂടെ നമ്മൾ N2 മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? W2/M2 ഡിവൈഡഡ് ബൈ W1/1000. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? W2 ന്യൂമറേറ്ററിൽ വരും, W1 എവിടെ വരും? ഡിനോമിനേറ്ററിൽ വരും. M2 എവിടെ വരും? ഡിനോമിനേറ്ററിൽ വരും. 1000 ഏറ്റവും താഴെ വരുന്നത് ഡിനോമിനേറ്റർ ആയതുകൊണ്ട് അത് എവിടെ വരും? മുകളിൽ വരും. ഓക്കെ, ഇങ്ങനെ ഇക്വേഷൻ ഇതെന്ത് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്യണം. ഇത് കിട്ടിയത് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അതാണ് ഈ താഴത്തെ ലൈനിൽ കാണുന്നത്. ഞാൻ ഈ പറഞ്ഞ കൺവേർഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതെന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ എഴുതിയ KB ഇൻറ്റു എമ്മിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടും? ഡെൽറ്റ TB ഈക്വൽ ടു ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം, ബോക്സ് ചെയ്തും വെക്കണം. ഓക്കെ, ഇനി ഇതിന്റെ താഴെ തന്നെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് M2ന്റെ ഇക്വേഷൻ കിട്ടും. ഇത് രണ്ടും പഠിക്കണ്ട, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ പോരെ? രണ്ടും പഠിച്ചിട്ട് എന്ത് തെറ്റിപ്പോയിനെങ്കിലോ? ഡെൽറ്റ TBന്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അത് റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? M2 കിട്ടും. ഓക്കെ, എന്ത് ചെയ്താൽ സിമ്പിൾ അല്ലേ? M2നെയും ഡെൽറ്റ TBനെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ അല്ലേ? ഇതാണ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്നുള്ള കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത് എന്താന്നുള്ളത് അറിയാം. എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്? പറഞ്ഞേ. എക്സാമിന് നിങ്ങളോട് വാട്ട് ഈസ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യും? ഹലോ, അതിന് മുന്നേ നമ്മൾ എന്ത് പറയണം? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് നമ്മൾ ഏത് കേസിലാണ് പറയുന്നത്? വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ വോളറ്റൈൽ സോൾവെന്റ് എന്താ സംഭവിക്കുന്നത്? ദ ബോയിലിംഗ് പോയിന്റ് elevate അല്ലെ? ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ elevate, that is it is higher than the boiling point of the pure solvent. എന്നിട്ട് എന്ത് പറയണം? let TB0 be the boiling point of pure solvent. അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതേപോലെ TB is the boiling point of solution. Then elevation of boiling point is given by delta TB equal to, ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇത് ഇവിടെ ഉണ്ട്. TB പറഞ്ഞ കാര്യം ഇവിടെ ഉണ്ട്. എന്നിട്ട് അങ്ങനെ എഴുതി എക്സ്പെരിമെന്റ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ഡെൽറ്റ TB ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. എന്നിട്ട് അതിനെ മാറ്റി മാറ്റി എഴുതാം. KB ഈസ് ദ കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ആ മാർക്ക്, നിങ്ങൾ എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനനുസരിച്ചിട്ട് എഴുതണം. നല്ല മാർക്കിന് ചോദിച്ചാൽ അത്യാവശ്യം എല്ലാം എഴുതേണ്ടി വരും. ഈ ഫൈനൽ ഇക്വേഷൻ വരെ എഴുതേണ്ടി വരും. 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. അല്ലാണ്ട് ഈ ഒരു ഡെറിവേഷനിലോട്ടേക്കൊന്നും പോണ്ട. ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതി കൊടുത്താൽ മതി. ഓക്കെ, സെന്റൻസ് വൈസ് പറഞ്ഞിട്ട് ഈ രീതിയിൽ അതിന്റെ ഒരു ഇക്വേഷൻ കൂടി കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കൃഷ്ണശ്രീ? അവിടെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടോ ഈ പഠിക്കുന്നെടുക്കാം? സൗണ്ട് കേൾക്കുമ്പോ വേറെ തന്നെ തോന്നുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അപ്ലൈ ചെയ്യാൻ 2 പ്രോബ്ലം ഉണ്ട്. ഒന്നെന്താ കണ്ടുപിടിക്കാനുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ എന്താ ഉള്ളത്? ഡെൽറ്റ TB കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനു വേണ്ടി തന്ന ഡാറ്റേഴ്സ് നോക്കിയാട്ടെ. ഗ്ലൂക്കോസ് ആണ് സൊല്യൂട്ട് ആയിട്ടുള്ളത്. അത് 1 കിലോഗ്രാം വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഇറ്റ് വിൽ ബോയിൽ അറ്റ് 1.013 ബാർ. KB വന്നിട്ടുണ്ട്. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? TB ആണ് കണ്ടുപിടിക്കേണ്ടത്.
ഗ്ലൂക്കോസ് വാട്ടറിൽ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ അത് സൊല്യൂഷൻ ആയില്ലേ? അല്ലേ? അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? TB കണ്ടുപിടിക്കണം. TB എങ്ങനെ കണ്ടുപിടിക്കും? TB0 തന്നിട്ടില്ലല്ലോ അല്ലേ? തന്നിട്ടുണ്ടോ? ഡെൽറ്റ TB അറിയില്ല, TB0 അറിയില്ല. TB0 വെച്ചാൽ നമുക്ക് നോർമൽ ചിന്തിച്ചൂടെ? TB0 ഓഫ് ഇവിടെ പ്യുർ സോൾവെന്റ് ആരാ? വാട്ടർ ആണ്. തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് വാട്ടർ 100 ഡിഗ്രി. 1.013 നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയത്. നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമ്മൾ ഹയർ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പ്രഷർ കുറവാണ്, 0. സംതിങ് ബാറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവാം. ആ സമയത്ത് ബോയിലിംഗ് പോയിന്റ് മാറും, അത് വേറൊരു കാര്യം. നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ടുള്ള 1 ബാർ അല്ലെങ്കിൽ 1.013 ബാർ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ എന്തെടുക്കുക? TB0 ഈക്വൽ ടു 100 ഡിഗ്രി സെൽഷ്യസ് എടുക്കുക. കെൽവിനിലാണെങ്കിൽ അത് 373 കെൽവിൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ TB0 നമുക്ക് തന്നിട്ടില്ലെങ്കിൽ കൂടി നമ്മളത് ചിന്തിച്ചെടുക്കണം, സോൾവെന്റ് വാട്ടർ ആയതുകൊണ്ട്. നമുക്ക് ഡെൽറ്റ TB കണ്ടുപിടിച്ചുകൂടി അങ്ങനെയാണെങ്കിൽ? KB ഇൻറ്റു M അല്ലേ? 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 KB തന്നിട്ടുണ്ട്, M അറിയില്ല അല്ലേ? M അറിയില്ലാലോ. അപ്പൊ M എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് സൊല്യൂട്ട്സ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ കണ്ടുപിടിക്കും? 18 gram ആണ് അതിന്റെ ഗിവൺ മാസ്. അതിന്റെ മോളിക്കുലർ മാസ് ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? മോളിക്കുലർ മാസ് എത്രയാ? ഹലോ, കണ്ടുപിടിക്കേണ്ടി വരും. 6 × 12 പ്ലസ് 12 പ്ലസ് 6 × 16. ഇത് എത്ര വരുന്നത് നോക്കിയോട്ടെ? മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ് എത്ര വരുന്നുണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട്? $180 കിട്ടുന്നുണ്ടാ? അപ്പൊ 18/180 ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് സൊല്യൂട്ട് കിട്ടും, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് വാട്ടർ എത്ര വന്നിട്ടുള്ള 1 kilogram ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് ആവശ്യമില്ല, ഡിവൈഡഡ് ബൈ 1 ആണ്. 18/180 വരുന്നത് 0.1 ആണ്. മൊളാരിറ്റി 0.1 വരും. കിട്ടുന്നുണ്ടാ? മൊളാരിറ്റി യൂണിറ്റ് എന്താ? യൂണിറ്റ് എഴുതണം, മോൾ പെർ കിലോഗ്രാം. 0.1 മോൾ പെർ കിലോഗ്രാം മൊളാരിറ്റി കിട്ടി. ഇനി നമുക്ക് ഡെൽറ്റ TB കണ്ടുപിടിച്ചൂടെ? ഡെൽറ്റ TB ഈക്വൽ ടു KB ഇൻറ്റു M. KB എത്രയാന്നിട്ടുള്ള? 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. 0.52 ഇൻറ്റു മൊളാരിറ്റി എത്രയാ? 0.1. അപ്പൊ എത്ര വാല്യൂ വരും? 0.052 കെൽവിൻ കിട്ടും. ഇത് കിട്ടുന്നുണ്ടോ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ? കാൽക്കുലേറ്റർ ചെയ്യണ ആവശ്യമില്ല, 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്നുകൂടി ഡെസിമൽ കയറും, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനത്തെ സിമ്പിൾ കാൽക്കുലേഷൻ എല്ലാം അറിയില്ലേ? അറിയണ്ട? 0.52 ഇൻറ്റു 0.1 നമുക്ക് എങ്ങനെ എഴുതാ അറിയാം? 0.52/10 എന്ന് എഴുതിക്കൂടെ? 1/10 അല്ലേ 0.1 അല്ലേ? അതുകൊണ്ട് 0.052 കെൽവിൻ. ഇനി നമ്മൾ TB എങ്ങനെ കണ്ടുപിടിക്കും? ഡെൽറ്റ TB ഈക്വൽ ടു TB മൈനസ് TB0 ആണ്. നമുക്ക് ഡെൽറ്റ TB അറിയാം, TB0 അറിയാം. അങ്ങനെയാണെങ്കിൽ TB ഈക്വൽ ടു പറഞ്ഞേ, TB ഈക്വൽ ടു ഡെൽറ്റ TB പ്ലസ് TB0. അപ്പൊ ഫൈനലി എത്ര കിട്ടും? 373 കെൽവിന്റെ കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്താൽ മതി അല്ലേ? 373 പോയിന്റ് സംതിങ് കിട്ടും. എത്ര കിട്ടും? 373 പോയിന്റ്, ഫൈനലി എത്ര കിട്ടും? 373.202 കെൽവിൻ കിട്ടും. കിട്ടുന്നുണ്ടാ? 373.2 ആ ലെവലില് കിട്ടും. വാല്യൂ എത്ര വരുന്നത്? ആ പറഞ്ഞോ. 373 കെൽവിന് കൊടുക്കാം. നമുക്ക് 273.15 ആഡ് ചെയ്യണം എന്നാണ് പൊതുവേ പറയാം. പക്ഷെ നമ്മള് പൊതുവേ സിംപ്ലിസിറ്റിക്ക് വേണ്ടി 273 ആഡ് ചെയ്യലുള്ളൂ. ചിലപ്പോൾ 373.052 എന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ?
നേരത്തെ 0.15 എടുക്കാത്തതുകൊണ്ട്. അങ്ങനെയല്ലേ കിട്ടിയേ? അല്ലേ? ഹലോ? ഇല്ലേ? ഹലോ? കിട്ടുന്നില്ലേ? ആ ഓക്കെ. ഇനി അഥവാ ഒരു കാൽക്കുലേഷൻ കുറച്ചും കൂടി ക്ലിയർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയോ? 273.15 കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ് തന്നെ കിട്ടും. നിങ്ങൾ പൊതുവെ 273 അല്ലേ ആഡ് ചെയ്യലുള്ളൂ? 0.15 ആഡ് ചെയ്യലുണ്ടോ? ആ പറ്റുമെങ്കിൽ ആഡ് ചെയ്തോ, ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനി അടുത്ത എക്സാമ്പിൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നേരെ തിരിച്ച് M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, M2 കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ട്? ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. എന്താണ് ഇത്? TB0 തന്നിട്ടുണ്ട്. സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള സൊല്യൂട്ടിന്റെ മാസ് തന്നിട്ടുണ്ട്. അതേപോലെ ബെൻസീന്റെ മാസ് തന്നിട്ടുണ്ട്. എത്രത്തോളം കൂടിയിട്ടുണ്ട്? ബോയിലിംഗ് പോയിന്റ് റേസ് ചെയ്ത് 354.11 ആയിട്ടുണ്ട്. ഇതെന്താണ്? TB ആണ്. എന്താ കണ്ടുപിടിക്കണ്ടു? M2 മാത്രമേ കണ്ടുപിടിക്കണ്ടു. അതിന്റെ കൂടെ തന്നെ KBയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ M2 ഈക്വൽ ടു ഒരു ഇക്വേഷൻ ആക്കിയാ പോരെ? അല്ലേ? നേരത്തെ ഏത് ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? W2 ഇൻറ്റു പറയൂ, W2 ഇൻറ്റു 1000, പിന്നെ അതിന്റെ കൂടെ ഒരു KB ഉണ്ട് രണ്ടില്. KB ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB. M2 ഉള്ളിടക്ക് ഡെൽറ്റ TB വരും ഇൻറ്റു ഹലോ W1. ക്ലിയർ അല്ലേ? നേരത്തെ പഠിച്ച ഇക്വേഷനില് ഡെൽറ്റ TBനെ M2നെ ഞാനൊന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് കിട്ടിയ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. KB എത്രയാ? 2.53. ഒരു മിനിറ്റ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2.53. W2 എത്രയാ മോളെ കിട്ടിയ? W2 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ മാസ് എത്രയാ എടുത്തിട്ടുള്ള? 1.80 അല്ലേ? ഇനി 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB എങ്ങനെ കണ്ടുപിടിക്കും? ഡിഫറൻസ് എടുത്താൽ പോരെ? 354. TB മൈനസ് TB0 ബ്രാക്കറ്റിൽ എഴുതണം. 354.11 മൈനസ് എത്ര എഴുതുന്നത്? 3 ഒന്ന് പറഞ്ഞ 343 പോയിന്റ് അല്ലേ? അല്ലേ? 343.93 ഇൻറ്റു W1 എത്രയാ തന്നിട്ടുള്ളത്? 90 ഗ്രാം. ഇനി ഇത് 90 ഗ്രാമിന് 1000 കൊണ്ട് ഓൾറെഡി ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ച് ഇതിന് കിലോഗ്രാം ആക്കണ്ട. ഇനി ഇതിന്റെ വാല്യൂ എത്ര കിട്ടുമെന്ന് പറഞ്ഞേ? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ആദ്യം ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തോ. 2.53 ഇൻറ്റു 1.8 ഇൻറ്റു 1000 ചെയ്തിട്ട് ന്യൂമറേറ്റർ കണ്ടുപിടിക്കേ. എന്നിട്ട് ഡിവൈഡഡ് ബൈ 90 ചെയ്താ. എന്നിട്ട് ഒന്നുകൂടെ ഡിവൈഡഡ് ബൈ കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. ഡിവൈഡഡ് ബൈ ക്ലിക്ക് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. ഇതാ ഈ ടേംസ് ചെയ്താ 354.11 മൈനസ് 343.93 ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, ഈക്വൽ ടു കൊടുക്കാം. എത്ര വാല്യൂ വരുന്നത്? ഫോർ പോയിന്റാ? തെറ്റിപ്പോയോ കാൽക്കുലേറ്റർ ചെയ്തേ? ന്യൂമറേറ്റർ ഒന്ന് പറഞ്ഞ മോളെ വാല്യൂസ്. 2.53 ഇൻറ്റു 1.8 1000 ചെയ്തിട്ടില്ലേ? ഇത് മോളപ്പുറം പോയി. ആ എന്നിട്ട് അതിനെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്താ. കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം, കാരണം നമ്മൾ ആ ഡിഫറൻസ് ഉണ്ടല്ലോ,
354 സോറി 353 പോയിന്റ് ആണല്ലേ. ഞാനിവിടെ എഴുതുമ്പോൾ എന്നോട് ചോദിച്ചത് 343 ആണോ ഇതിന്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. 353 ആണ് കേട്ടോ. ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിൽ എന്തെല്ലാം വേണ്ടേ? 354.11 മൈനസ് 353.23 ചെയ്തിട്ട് എത്ര കിട്ടും നോക്കിയപ്പോ. ഞാനിത് കാൽക്കുലേറ്റ് ചെയ്തപ്പോ കിട്ടി. ഞാൻ നേരത്തെ ചെയ്ത് നോക്കിന്, ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ചെയ്ത് നോക്കിയതാ. ഈ എല്ലാ വാല്യൂ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റാ. കിട്ടുന്നില്ലേ? ഹലോ. കിട്ടുന്നില്ലേ? 58 കിട്ടുന്നില്ലേ? 58ഓ 57 പോയിന്റ് സംതിങ് മതി. ഓക്കെ, ഏകദേശം എറൗണ്ട് 2 കഴിയുമ്പോൾ 58 ആയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഏതൊക്കെ പഠിച്ചു? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പഠിച്ചു, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. മൂന്നാമത്തതാണ് ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് ഏതാണെന്ന് അറിയില്ലേ? ലിക്വിഡ് സോളിഡ് ആവുന്ന ടെമ്പറേച്ചർ, അതാണ് ഫ്രീസിംഗ് പോയിന്റ്. നമുക്ക് നോർമലി അറിയുന്ന കാര്യം തന്നെ, നമ്മൾ ഫ്രീസറിൽ വെക്കുന്നില്ലേ, അതേപോലെ തന്നെ ലിക്വിഡ് സോളിഡ് ആവുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. അതൊക്കെ ഈ ബ്രാക്കറ്റിൽ കംപ്ലീറ്റ് അതൊക്കെ തന്നെയാണ് പറയുന്നത്. നോർമലി ഫ്രീസിംഗ് പോയിന്റ് എന്താണെന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫ്രീസിംഗ് പോയിന്റിൽ രണ്ട് ഫേസ് തമ്മിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഏതൊക്കെ ഫേസ് ആയിരിക്കും? സോളിഡ് ഫേസും ലിക്വിഡ് ഫേസും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടില്ലേ? ബോയിലിംഗ് പോയിന്റിലാണെങ്കിൽ ലിക്വിഡും ഗ്യാസും ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഫ്രീസിംഗ് പോയിന്റ് ആണെങ്കിൽ ഏതൊക്കെ തമ്മിൽ, സോളിഡും ലിക്വിഡും തമ്മിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. എന്നിട്ട് ഞാനൊരു ഫിസിക്കൽ ഇക്വിലിബ്രിയം എടുത്തിട്ടുണ്ടായില്ലേ, ഓർമ്മയില്ലേ? ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ ഇതാ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എക്സാമിൽ ചോദിച്ചാലോ, നിങ്ങൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. അതൊന്ന് മാർക്ക് ചെയ്തു. ഇത് മോൾ അപ്പുറം പോയേ. Freezing point of a substance may be defined as the temperature at which the vapor pressure of the substance in its liquid phase equal to its vapor pressure in solid phase. സോളിഡ് ഫേസിലുള്ളതും ലിക്വിഡ് ഫേസിലുള്ള വേപ്പർ പ്രഷർ എപ്പോഴാണോ ഈക്വൽ ആണ്, ആ സമയത്തുള്ള ആ ടെമ്പറേച്ചർ ആണ് എന്ത്? ഫ്രീസിംഗ് പോയിന്റ്. ആ ഒരു ടൈമിൽ രണ്ട് ഫേസും, സോളിഡ് ഫേസും ലിക്വിഡ് ഫേസും എന്ത് ചെയ്യും? കോ എക്സിസ്റ്റ് ചെയ്യും, ഇക്വിലിബ്രിയത്തിലായിരിക്കും ഉണ്ടാവാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പഠിച്ച റൗൾട്ട്സ് ലോ തന്നെ വരാം. റൗൾട്ട്സ് ലോ പ്രകാരം നമ്മൾ എന്താ പഠിച്ചത്? ഒരു നോൺ വോളറ്റൈൽ സോളിഡ് സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കുറയും? വേപ്പർ പ്രഷർ കുറയും. അപ്പൊ നമ്മൾ ഇപ്പം ഡെഫിനിഷനിൽ എന്താ പഠിച്ചത്? സോളിഡ് ഫേസിലുള്ളതും ലിക്വിഡ് ഫേസിലുള്ള വേപ്പർ പ്രഷർ ഈക്വൽ ആയാൽ മാത്രമേ എന്ത് നടക്കൂ? ഫ്രീസിങ് നടക്കൂ. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൊല്യൂട്ട് സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള വേപ്പർ പ്രഷർ ഒന്നുകൂടെ കുറയുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ആരും കുറയും? ഫ്രീസിംഗ് പോയിന്റും കുറയും. ഓക്കെ, അതാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഹലോ. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിൽ അക്കോർഡിംഗ് ടു റോൾസ് ലോ എന്നുള്ള ഈ ഭാഗം നിങ്ങൾ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നുള്ളതിന് റീസൺ പറയണം. റൗൾട്ട്സ് ലോ വെച്ച് നോക്കുകയാണെങ്കിൽ വേപ്പർ പ്രഷർ കുറയുന്നത് കൊണ്ടാണ് എന്തും കുറയുന്നത്? സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കൂടെ കുറയുന്നത്. ഓക്കെ, പിന്നെ ഇതിലുള്ള ഡെറിവേഷൻ ഈസിയാണ്. നമ്മൾ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ പഠിച്ച അതേ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അതിന് മുന്നേ ഓൾറെഡി ഒരു ഗ്രാഫിക്കൽ